ജോർദാനിലുള്ള മോഫക് സെൽറ്റി എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ ബേസിലുള്ള 13 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം 700ഓളം അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇറാന്റെ യുദ്ധത്തിൽ എന്ന ചില കണക്കുകൾ വന്നിരുന്നു. പക്ഷെ ഇതൊന്നും കൃത്യമായി സ്ഥിരീകരിക്കുകയില്ല എന്ന കാര്യം വ്യക്തമാണ്. എങ്കിൽ പോലും ഇപ്പോൾ 13 സൈനികർക്ക് ഈ കഴിഞ്ഞ ആക്രമണത്തിൽ മാത്രമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അമേരിക്ക തന്നെ ഔദ്യോഗികമായി പെന്റഗൺ സ്ഥിരീകരിക്കുന്നത്. എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയരുന്നത്, എങ്ങനെയാണ് അമേരിക്കൻ സൈനികരെ കൃത്യമായി ഇറാന് ഫോളോ ചെയ്യാൻ കഴിയുന്നത്? SS-7 എന്നറിയപ്പെടുന്ന ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തി ഈ സൈനികരുടെ ഫോണുകൾ, റോമിങ്ങിലുള്ള ഫോണുകൾ കണ്ടെത്തിയാണ് ഇറാൻ ആക്രമണം നടത്തുന്നത്. മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ സൈനികരുടെ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ കേന്ദ്രങ്ങൾ, അവരെവിടെയാണ് ഉള്ളത് എന്ന് കൃത്യമായി ഇറാൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. ആ രീതിയിലാണ് അവർ താമസിക്കുന്ന ഫ്ലാറ്റുകളും അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സുകൾ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ റഷ്യൻ പത്രമായ RT റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം സാറ്റലൈറ്റ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഇന്റലിജൻസ് സംവിധാനങ്ങളോ ഇതിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ കേവലം അമേരിക്കൻ സൈനികരുടെ ഫോൺ മാത്രം ഉപയോഗിച്ചാണ് ഈ രൂപത്തിലുള്ള ആക്രമണം ഇറാൻ നടത്താൻ സാധിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. എന്തായാലും അമേരിക്കൻ സൈനികർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കും എന്നതാണ് ഈ ഇറാൻ ഇപ്പോൾ പറയുന്ന കാര്യം. ആ സൈനികരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ശക്തമാക്കും. അതുപോലെ അമേരിക്കയുടെ അസറ്റുകൾ, അമേരിക്കക്കാരുടെ അസറ്റുകൾ, അതിനു നേരെയും ശക്തമായ ആക്രമണങ്ങൾ കടുപ്പിക്കും എന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. മണിക്കൂറുകൾ, ഇനിയും 24 48 മണിക്കൂറിലധികം അമേരിക്കയുടെ ഈ ആക്രമണങ്ങൾ മുന്നോട്ട് പോയാൽ ഞങ്ങളുടെ അവസാന നീക്കം, ഞങ്ങളുടെ ഏറ്റവും ഗുരുതരമായ ആക്രമണത്തിന്റെ തലങ്ങളിലേക്ക് യുദ്ധം കടക്കും. അതായത് പ്രതിരോധം എന്ന സംവിധാനം അല്ലെങ്കിൽ ആക്രമിച്ചതിന് ശിക്ഷിക്കുക എന്നതിലപ്പുറം അങ്ങോട്ട് കടന്നാക്രമിക്കുന്ന തലങ്ങളിലേക്ക് ഞങ്ങൾ എത്തുമെന്നാണ് ഇപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത്.